ഇബ്രാഹിം നബിയൊരു നാളിൽ ഇടതടവില്ലാതിര പകലൊരു പോൽ ഇരു കൈകളുമേന്തിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണി, ഇബ്രാഹിം നബിക്കൊരു കുട്ടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി, ഒരുപാട് നേർച്ചകൾ നടത്തിയിട്ട് അള്ളാഹു ഒരു കുട്ടിയെ കൊടുക്കുകയാണ്, ഇസ്മായിൽ നബിയെ. നൽകിയോരോമന കുഞ്ഞിനെ നറുമണമുള്ളൊരു പൂവിനു തുല്യം നലവർ നബി മുത്തി മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിടുകിട നെട്ടി വിറച്ചു ഖലീലുള്ളാ. അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി യാ അബത്തി, എൻ്റെ വാപ്പച്ചി എന്ന് വിളിച്ച് നടക്കണ ഒരു പ്രായം കുട്ടിക്ക് എത്തുകയാണ്. ഇബ്രാഹിം നബിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി, പ്രിയം തോന്നി. അപ്പോഴാണ് ഇബ്രാഹിം നബി ഒരു സ്വപ്നം കാണുന്നത്. നോറ്റ് കിട്ടിയ മകനെ അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാ സ്വപ്നത്തിൽ. അങ്ങനെ ഇബ്രാഹിം നബി വേഗം പോയി ഇസ്മായിൽ നബിയോട് കാര്യം പറഞ്ഞു. ഇസ്മായിൽ നബിയെ വിളിച്ചു, കഥ വിവരിച്ചുടനെ ശരിവെച്ചു. ബാപ്പാൻ്റെ കൂടെ അതിനായിട്ടിറങ്ങിത്തിരിച്ചു. പർവ്വത മുകളിൽ ചെന്നിവർ പാറക്കല്ലിൽ തല ചായിച്ചു. മകൻ വാപ്പാനെ ധിക്കരിച്ചില്ലേ? കൽപ്പന എങ്ങനെയാണോ അതേപോലെ നടപ്പിലാക്കണം എന്നാ പറഞ്ഞത് ഇസ്മായിൽ നബി. അങ്ങനെ പർവ്വത മുകളിൽ ചെന്നിട്ട് കഴുത്തിൽ കത്തി വെച്ചപ്പോൾ അള്ളാഹു വഹി അറിയിച്ചത്. അള്ളാഹു ഒരു ക്രൂരനാണോ? അല്ല, അതൊരു പരീക്ഷണമായിരുന്നു. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനിറക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബിയെ അങ്ങ് വിജയിച്ചു എന്നും പറഞ്ഞു.